പറ്റിയതല്ല. പരിശുദ്ധ ബാബാ തിരുമേനി രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പള്ളികൾ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ബാബ അല്ലിത് പള്ളികൾ സംരക്ഷിക്കുന്ന ബാബായാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രാർത്ഥന മലങ്കര സഭയ്ക്ക് വലിയൊരു ഉരുക്കു കോട്ട പോലെ മലങ്കര സഭയെ ചുറ്റി നിൽക്കുകയാണ്. പരിശുദ്ധ ബാബാ തിരുമേനി അങ്ങയുടെ കൽപ്പന കേട്ട് ഇതാ 25 ലക്ഷം ജനങ്ങളുടെ പ്രതിനിധികൾ, 1 ലക്ഷത്തോളം ആളുകൾ ഇതാ ഇവിടെ കോട്ടയം നഗരത്തിൽ സംഘടിച്ചിരിക്കുന്നു. അങ്ങ് കൽപ്പിച്ചാട്ട് മലങ്കര സഭയുടെ മക്കൾ തയ്യാറാണ്. മലങ്കര സഭയെ ശക്തീകരിക്കുവാൻ മലങ്കര സഭയുടെ മക്കൾ അങ്ങയുടെ കൽപ്പന കേട്ട് ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാണ്. പരിശുദ്ധ ബാബാ തിരുമേനി ഇവിടെ സംഘടിച്ചിരിക്കുന്ന ഈ ജനങ്ങൾ, ഈ വിശ്വാസികൾ പറയുന്നു, അങ്ങ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അങ്ങേ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം. ശ്രേഷ്ഠ നിയുക്ത ബാബാ തിരുമേനി നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ വിശ്വാസമാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയോടൊപ്പം നിന്ന് മലങ്കര സഭയ്ക്ക് ശക്തി പകരുന്ന ശ്രേഷ്ഠ നിയുക്ത ബാബാ തിരുമേനിയെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അഭിമന്യനായ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി ഈ സമ്മേളനത്തെ ചുക്കാൻ പിടിക്കുന്ന മെത്രാപ്പോലീത്തയാണ്. നമ്മുടെ ശക്തിയാണ്, നമ്മുടെ ഓജസ്സാണ്. അഭിമന്യനായ അത്താനാസ്യോസ് തിരുമേനിയെ നിങ്ങൾ ഏവരുടെയും പേരിൽ ഇതാ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി മലങ്കര സഭയുടെ യോജിപ്പാണ് 1995 വിധിയിലൂടെ ഉണ്ടായത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മലങ്കര സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന മെത്രാപ്പൊലീത്തയാണ്. അഭിമന്യ തോമസ് മാർ അത്താനാസ്യോസ്, ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്തയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യരായ പിതാക്കന്മാർ, അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത ഇവിടെ ഇന്ന് നടക്കുന്ന ഈ സമ്മേളനത്തിൽ നമ്മൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിത്തരുകയാണ്. പരിശുദ്ധ സുന്നതദോസിന്റെ സെക്രട്ടറിയാണ്. അഭിമന്യ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. അഭിമന്യരായ പിതാക്കന്മാരെ, തിരുമേനിമാരെ എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ സഭയുടെ വൈദിക ട്രസ്റ്റി കഴിഞ്ഞ നവംബർ മാസം 19-ാം തീയതി മറൈൻ ഡ്രൈവിൽ ഒരു യോഗം നടന്നപ്പോൾ ഞാൻ കേട്ടില്ല, ആളുകൾ പറഞ്ഞറിഞ്ഞു. അവിടെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടത് കോനാട്ടച്ചന്റെ പേരായിരുന്നു. വന്നിനായ കോനാട്ടച്ച ഭീഷണിയുടെ സ്വരവും പരിഹാസത്തിന്റെ സ്വരവും അവിടെ മറൈൻ ഡ്രൈവിൽ ഉണ്ടായി. എന്നാൽ മലങ്കര സഭയുടെ മക്കൾ ഇതാ വിളിക്കുന്നു, മലങ്കര സഭയുടെ മക്കൾ ഇതാ വിളിക്കുന്നു, കോനാട്ടച്ച നേതാവേ നയിച്ചോളൂ. തലയെടുപ്പുള്ള കോനാട്ട് കുടുംബത്തിലെ അച്ഛ, പാരമ്പര്യമുള്ള കോനാട്ട് കുടുംബത്തിലെ അച്ഛ ഈ വേദിയിലേക്ക് അച്ഛനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ആത്മായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവர்கள் കേരളത്തിലും പുറത്തും അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് മലങ്കര സഭയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നയാൾ. ബഹുമാന്യനായ ആത്മായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവരുടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഭക്തിപ്രമേയം അവതരിപ്പിക്കുന്നത് സഭയുടെ മുൻ ട്രസ്റ്റി ബഹുമാന്യനായ ഡോക്ടർ അലക്സാണ്ടർ കാരക്കൽ അവരുകളാണ്. ബഹുമാന്യനായ അലക്സാണ്ടർ കാരക്കൽ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതിഷേധ പ്രമേയം അവതരിപ്പിക്കുന്നത് വന്ദിനായ തോമസ് പോൾ റമ്പാച്ചനാണ്. റമ്പാച്ചനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വേദിയിൽ ഒരു വനിതാ പ്രാതിനിധ്യമുണ്ട്, ശ്രീമതി പ്രിയ ജേക്കബ്.
മലങ്കര സഭയിലെ മഹിളകളുടെ അഭിമാനമായ ശ്രീമതി പ്രിയ ജേക്കബിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിയുക്ത മെത്രാപ്പൊലീത്തമാർ, ബഹുമാന്യനായ മത്തായി ഇടയനാലച്ചൻ, സഭയുടെ മുൻ ട്രസ്റ്റിമാർ, സഭയുടെ മുൻ സെക്രട്ടറിമാർ, സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയിലെ വന്ദ്യരായ റംബാച്ചന്മാർ, സഭയിലെ വന്ദ്യരായ വൈദിക ശ്രേഷ്ഠർ, ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ സിസ്റ്റേഴ്സിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്വാസികൾ ഒട്ടനവധി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷേ പലരും കിലോമീറ്ററുകൾക്കപ്പുറം കിടന്ന് ഇങ്ങോട്ട് വരുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പലപ്പോഴും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പുതുപ്പള്ളിയിൽ കിടക്കുന്നതേയുള്ളൂ, ഞങ്ങൾ ഏറ്റുമാനൂരിൽ നിൽക്കുന്നതേയുള്ളൂ, സമ്മേളനം തീർക്കരുതേ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാ കവാടത്തിലേക്ക് നോക്കിയാൽ അറിയാം, വലിയ ഒരു തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഈ ഗ്രൗണ്ടിലേക്ക്, ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി മലങ്കര സഭയുടെ അങ്ങോളം ഇങ്ങോളമുള്ള വിശ്വാസികൾ 14 ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ചേരുവാനുള്ള ക്രമീകരണം ചെയ്തുവെങ്കിൽ മലങ്കര സഭയിലെ 25 ലക്ഷം പേരെ വിളിച്ചുകൂട്ടുവാൻ നമുക്ക് 2 മാസം മതി, തർക്കമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ മലങ്കര സഭയിലെ വിശ്വാസികളെ മുഴുവൻ വിളിച്ചുകൂട്ടുന്ന ഒരു വേദി കേരളത്തിൽ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ ഇവിടം ഭരിക്കുന്ന ഗവൺമെന്റിനോട് പറയുവാനുള്ളൂ. ഇവിടെ വളരെ സമാധാനപരമായ ഒരു റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നവരെയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരെയും എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന് പുറത്ത് മദ്രാസിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വിശ്വാസികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ ഇവിടെ നമ്മുടെ വസ്തുനിഷ്ഠമായ വാർത്തകൾ പുറത്ത് അറിയിക്കേണ്ട വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് മുതൽ തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഏവരെയും ഈ സമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.